DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 17 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും താഴേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് 200 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,10,800 രൂപയായി കുറഞ്ഞു. ഇന്നലെ 1,11,000 രൂപയിലായിരുന്നു സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം നടന്നിരുന്നത്. അതേസമയം 13,850 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. 25 രൂപയുടെ കുറവാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ വന്നിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഡ്രൈവിംഗ് ടെസ്റ്റിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ LMV ടെസ്റ്റിൽ എടുക്കുമ്പോൾ ഇനി മുതൽ പിൻ ക്യാമറയിൽ നോക്കാം. മുമ്പ് കണ്ണാടിയിൽ മാത്രം നോക്കാനായിരുന്നു അനുമതി. കേന്ദ്ര മോട്ടോർ വാഹന വെഹിക്കിൾ നിയമത്തിലുള്ള മാറ്റമാണ് കേരളത്തിലും നടപ്പാക്കുന്നത്. മുമ്പ് കണ്ണാടിയിൽ നോക്കി മാത്രമേ ടെസ്റ്റ് പാടുള്ളൂ. റിയർവ്യൂ ക്യാമറകളുമായാണ് പല പുതിയ വാഹനങ്ങളും ഇറങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയമത്തിൽ മാറ്റം വരുത്തിയത്. എന്നാൽ ചില നിബന്ധനകളുമുണ്ട്. പൂർണ്ണമായി ക്യാമറ നോക്കി ടെസ്റ്റ് എടുക്കാൻ പാടില്ല. അടുത്തറിയിപ്പ്, പൊതുജനാരോഗ്യ സുരക്ഷ മുൻനിർത്തി കഫ് സിറപ്പുകളുടെ വിൽപ്പനയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഡ്രഗ്സ് നിയമത്തിലെ ഷെഡ്യൂൾ K പ്രകാരം സിറപ്പുകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ നീക്കിയത്. ഇനി മുതൽ ഫാർമസികളിൽ കഫ് സിറപ്പുകൾ നേരിട്ട് വിൽക്കാൻ പാടില്ലെന്നും ഡോക്ടറുടെ കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നൽകാവൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. വ്യാജമരുന്നുകളുടെ വ്യാപനവും സ്വയം ചികിത്സയും തടയാൻ ഇത് സഹായിക്കും. അടുത്തറിയിപ്പ്, ജൂൺ 19 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക നിലവിലെ 2,000 രൂപയിൽ നിന്ന് 2,200 രൂപയായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതായത് 3,000 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് ഇലക്ഷന് മുൻപായി UDF പറഞ്ഞിരുന്നതെങ്കിലും ഒറ്റയടിക്ക് 3,000 രൂപയാക്കിയുള്ള വർധന ഉണ്ടാകുവാൻ സാധ്യതയില്ല. 200 രൂപയുടെയൊക്കെ വർധന ഘട്ടം ഘട്ടമായി വരുത്തി 3,000 രൂപയിലെത്തിക്കാനാണ് സർക്കാർ ശ്രമം. UDF ഭരണ കാലാവധിക്കുള്ളിൽ തന്നെ ഇത് ഘട്ടം ഘട്ടമായി 3,000 രൂപയാക്കുകയാണ് ലക്ഷ്യം. കൂടാതെ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കോപ്പിയും തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം. അല്ലാത്തപക്ഷം ജൂലൈ മുതൽ പെൻഷൻ റദ്ദാക്കപ്പെടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.